ഇപ്പോൾ ഗോതം സിറ്റിയിൽ കുറേ കള്ളന്മാരെ എന്തോ കൊള്ളയൊക്കെ നടത്തി അടിച്ചുമാറ്റിയ സാധനവും കൊണ്ട് ഒരു വലിയ ട്രക്കിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ പോലീസുകാർ ആ കള്ളന്മാരുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും പതിവ് പോലെ പോലീസുകാർക്ക് കള്ളന്മാരെ പിടിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പതിവ് പോലെ അവിടെ നമ്മുടെ ബാറ്റ്മാൻ വരുന്നു. ബാറ്റ്മാൻ ഒറ്റയ്ക്കല്ല, ബാറ്റ്മാൻ്റെ കൂടെ ബാറ്റ് ഗേളും അവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ബാറ്റ് ഗേൾ ബാറ്റ്മാൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ബാർബറ കാതലിൻ ഗോർഡൻ എന്നാണ് ബാറ്റ് ഗേളിൻ്റെ ഒറിജിനൽ പേര്. നമ്മുടെ ബാറ്റ്മാൻ്റെ ഫ്രണ്ടായ കമ്മീഷണർ ഗോർഡൻ്റെ മകളാണ് ബാറ്റ് ഗേൾ. അങ്ങനെ ഇപ്പോൾ ബാറ്റ്മാനും ബാറ്റ് ഗേളും ആ കള്ളന്മാരെ പിടികൂടുകയും അവന്മാർ അടിച്ചു മാറ്റിയ സാധനമൊക്കെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറും പിന്നെ അയാളുടെ അടുത്ത് ഇരിക്കുന്ന ഈ കള്ളന്മാരുടെ ലീഡറെന്ന് തോന്നിക്കുന്ന ഒരുത്തനും ബാറ്റ്മാൻ്റെയും ബാറ്റ് ഗേളിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ ആ ലീഡറും ഡ്രൈവറും ചെല്ലുന്നത് അവരുടെ ബോസിൻ്റെ അടുത്തേക്കാണ്. ഗോതം സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററായ കാർലോസ് ഫ്രാൻസിസ്കോയാണ് ഇവരുടെ ബോസ്. ഈ കാർലോസിൻ്റെ ബന്ധുവാണ് ഈ ലീഡർ. ഇവൻ്റെ പേരാണ് പാരീസ് ഫ്രാൻസ്. ആളൊരു സൈക്കോയാണ്, അതുപോലെ തന്നെ കാട്ടുകോഴിയുമാണ്. കാരണം ഇപ്പോൾ കാർലോസ് ഇന്നത്തെ മോഷണ ശ്രമം അഥവാ കൊള്ളയടിക്കൽ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം പാരീസിനോട് ചോദിച്ചതും ഒരു നാണവുമില്ലാതെ പുള്ളിക്കാരൻ ബാറ്റ് ഗേളിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി കാർലോസിനോട് വർണ്ണിക്കുകയാണ്. അത് കേട്ടതും കാർലോസ് പാരീസിൻ്റെ ചെവിക്കല്ലിട്ട് ഒരു അടി അങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ തനിക്ക് നഷ്ടപ്പെട്ട പൈസ മുഴുവൻ നീ തിരിച്ചു തരണമെന്നും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് കാർലോസ് പാരീസിനോട് പറഞ്ഞതും താൻ പൈസ ഉടനെ തരാമെന്നും പറഞ്ഞ് കാർലോസ് തന്നെ തല്ലിയതിൻ്റെ ദേഷ്യമൊക്കെ ഉള്ളിലൊതുക്കി പാരീസ് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അവിടുന്ന് പോയ പാരീസ് അടുത്ത ദിവസം ഈ കാർലോസിൻ്റെ തന്നെ ഒരു കെട്ടിടത്തിനുള്ളിൽ കാർലോസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ബാറ്റ് ഗേൾ വരുന്നു. എന്നിട്ട് പാരീസിൻ്റെ ആളുകളുമായി പുള്ളിക്കാരി ഫൈറ്റ് ചെയ്യുകയാണ്. ബാറ്റ് ഗേൾ പാരീസിൻ്റെ ആളുകളെല്ലാം അടിച്ച് വീഴ്ത്തുന്നുണ്ടെങ്കിലും പാരീസിനെ പിടികൂടുവാൻ സാധിക്കുന്നില്ല. കാരണം ആ പാരീസ് ബാറ്റ് ഗേളിൻ്റെ മുഖത്ത് ഒരു സ്ലീപ്പിംഗ് സ്പ്രേ ഉപയോഗിച്ചതും അപ്പോൾ തന്നെ ബാറ്റ് ഗേളിൻ്റെ ബോധം പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ബോധം പോകാൻ തുടങ്ങുന്ന ബാറ്റ് ഗേളിനെ ആ പാരീസ് ശാരീരികമായി ഉപദ്രവിക്കാൻ പോയതും അപ്പോൾ തന്നെ ബാറ്റ് ഗേൾ പാരീസിൻ്റെ സെൻറ്ററിനിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് അവിടെയുള്ള ഒരു ലോക്കറിൻ്റെ അകത്ത് കയറി ആ ലോക്കർ ലോക്ക് ചെയ്ത് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ലോക്കറിൻ്റെ അകത്തായതുകൊണ്ട് ബോധം പോയാലും ബാറ്റ് ഗേളിനെ പാരീസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാരീസ് അടുത്ത തവണ നിന്നെ ഞാൻ എടുത്തോളാൻ വേണ്ടി സുന്ദരി പെണ്ണയെന്നും പറഞ്ഞ് അവിടെ നിന്നും കിട്ടിയ പൈസയുമായി അവിടുന്ന് പാരീസും അവൻ്റെ ഗ്യാങ്ങും പോവുകയാണ്. ഇപ്പോൾ പാരീസും അവൻ്റെ ഗ്യാങ്ങും അവിടെ നിന്ന് പോയതിന് പുറകെ നമ്മുടെ ബാറ്റ്മാൻ അവിടെ വരുന്നു. എന്നിട്ട് ആ ലോക്കറിൻ്റെ അകത്ത് കിടക്കുന്ന ബാറ്റ് ഗേളിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ബോധം വന്ന ബാറ്റ് ഗേളിനോട് ഈ പാരീസ് ഫ്രാൻസ് ഒരു സൈക്കോയാണെന്നും അവൻ്റെ അടുത്തേക്ക് നീ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുതെന്നും ബാറ്റ്മാൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസം ആ പാരീസിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലെവനും അവൻ്റെ ആളുകളും ഒരു കപ്പലിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ പൈസ പാരീസ് അടിച്ചു മാറ്റിയതറിഞ്ഞ് കാർലോസ് തൻ്റെ ആൾക്കാരെ വിട്ട് പാരീസിനെയും അവൻ്റെ ഗ്യാങ്ങിനെയും കൊല്ലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പാരീസ് കാർലോസിൻ്റെ ആളുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഇനി രാത്രിയിൽ ബാറ്റ്മാനെയും ബാറ്റ് ഗേളിനെയുമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും പാരീസ് ഫ്രാൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ പാരീസ് എന്ന് പറഞ്ഞവൻ ബാറ്റ് ഗേളിനെ പറ്റി റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതും പിന്നെ ബാറ്റ് ഗേളിനോട് തനിക്ക് ബാറ്റ് ഗേളിനെ കാണണമെന്നും ബാറ്റ് ഗേളിന് ഒരു പ്രത്യേക സമ്മാനം ബാറ്റ് ഗേൾ തന്നെ ആദ്യമായി കണ്ടുമുട്ടിയെടുത്ത് താൻ വെച്ചിട്ടുണ്ടെന്നും ബാറ്റ് ഗേളിനോട് പാരീസ് തന്നെ പറയുന്ന ഒരു വീഡിയോ ഈ പാരീസ് നേരെ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ വീഡിയോയാണ് ബാറ്റ്മാൻ ബാറ്റ് ഗേളിനെ കാണിക്കുന്നത്. ബാറ്റ് ഗേളിൻ്റെ നമ്പർ അറിയില്ലാത്തത് കൊണ്ടാണ് പാവം പാരീസ് വീഡിയോ നേരെ പോലീസുകാർക്ക് അയച്ചു കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ വീഡിയോ ബാറ്റ്മാൻ ബാറ്റ് ഗേളിനെ കാണിച്ചിട്ട് ഇത് ആ പാരീസിൻ്റെ എന്തോ കെണിയാണെന്നും ഇത് താൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാമെന്നും നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് കാർലോസിൻ്റെ ആ കെട്ടിടത്തിൽ വെച്ചല്ലേ എന്നും അതുകൊണ്ട് താൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പൊയ്ക്കോളാമെന്ന് ബാറ്റ്മാൻ ബാറ്റ് ഗേളിനോട് പറഞ്ഞതും താനും കൂടെ വരുമെന്ന് ബാറ്റ് ഗേൾ ബാറ്റ്മാനോട് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിലും ബാറ്റ്മാൻ സമ്മതിക്കുന്നില്ല. ബാറ്റ്മാൻ അവിടുന്ന് തൻ്റെ കാറിൽ കയറി അവിടുന്ന് പോവുകയാണ്. അത് കണ്ടതും ബാറ്റ്മാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ബാറ്റ് ഗേൾ തൻ്റെ ബൈക്കിൽ കയറി ബാറ്റ്മാൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എന്തോ ഒരു കാര്യം ബാറ്റ് ഗേളിന് ഓർമ്മ വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ബാറ്റ് ഗേൾ പാരീസിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ആ കെട്ടിടത്തിൽ വെച്ചല്ല. പകരം പാരീസും അവൻ്റെ ഗ്യാങ്ങും എന്തൊക്കെയോ കൊള്ളയടിച്ചുകൊണ്ട് ഒരു ട്രക്കിൽ രക്ഷപ്പെട്ടു പോകുമ്പോൾ ആ ട്രക്കിനുള്ളിൽ വെച്ചാണ് പാരീസിനെ ബാറ്റ് ഗേൾ ആദ്യമായി കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തന്നെ ബാറ്റ് ഗേൾ ആ ട്രക്ക് കണ്ടുപിടിച്ച് ആ ട്രക്ക് കിടക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ആ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്നും ബാറ്റ് ഗേളിന് പാരീസിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ്. അതൊരു ഫോൺ പോലത്തെ എന്തോ ഒരു സാധനമാണ്. അതിപ്പോൾ ബാറ്റ് ഗേൾ ഓണാക്കിയതും പാരീസിൻ്റെ ഒരു വീഡിയോ കോൾ ബാറ്റ് ഗേളിന് ലഭിക്കുന്നു. ആ വീഡിയോ കോളിൽ പാരീസ് ഇതല്ല താൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ഗിഫ്റ്റെന്നും അത് തൻ്റെ അങ്കിളായ കാർലോസിൻ്റെ വീട്ടിലുണ്ടെന്നും അവിടെ ചെന്ന് നോക്കാനും ബാറ്റ് ഗേളിനോട് പറഞ്ഞതും ബാറ്റ് ഗേൾ അതെന്താണെന്ന് നോക്കുവാനായി ആരും കാണാതെ കാർലോസിൻ്റെ വീട്ടിൽ ചെന്ന് അയാളുടെ മുറിയിൽ കയറി നോക്കിയതും അവിടെ കാർലോസ് മരിച്ചു കിടക്കുന്നത് കണ്ട് ബാറ്റ് ഗേൾ ഞെട്ടിപ്പോവുകയാണ്.